ഹായ് ഫ്രണ്ട്സ്, വേദയുടെയും വിക്രമിൻ്റെയും ഒരു അപ്കമിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് വേദയാണെങ്കിൽ ഇങ്ങനെ അവിടെ ഇരുന്ന് ഒരു ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ ഓരോ കാര്യങ്ങളും ഓർത്തെടുത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് അവളുടെ ഡയറി എഴുത്തൊക്കെ മുടങ്ങിയിരിക്കുകയായിരുന്നു. അവളുടെ ബാഗിൽ നിന്നും അതെടുത്ത് അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മനസ്സിൽ നിറയെ അവളുടെ വീട്ടിലെ ഓർമ്മകളാണ്. അവളുടെ അമ്മയും അച്ഛനും സഹോദരനും സഹോദരിയും അതുപോലെ മുത്തശ്ശിയും ഒക്കെ അവളെ പൊന്നുപോലെ നോക്കിയ കാര്യങ്ങളൊക്കെ അവൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഈശ്വര, എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിന് പിന്നിൽ വലിയ ലക്ഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അതിനെ നീ സബലീകരിക്കണം എന്നൊക്കെ അവൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ആ ഡയറിയിൽ അവൾ എഴുതിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഡയറി എഴുതുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ വിക്രം അവിടെ ജനലിൽ കൂടി നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ഓഹോ, നീ ഡയറിയൊക്കെ എഴുതുമല്ലേ? എങ്കിൽ അതൊന്ന് വായിക്കണമല്ലോ. എന്തായിരിക്കും എന്നെ പൂട്ടാനുള്ള അടുത്ത വിദ്യ എന്ന് അറിയണമല്ലോ. അവൾ ഇങ്ങോട്ടേക്ക് വന്നതിന് വേറെ വല്ല ഉദ്ദേശമുണ്ടെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ഈ സമയത്ത് വേദ ആ ഡയറിയൊക്കെ ബാഗിലേക്ക് വെച്ച് ബാഗ് ലോക്ക് ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഈ സമയം ആരും കാണാതെ വിക്രം വന്നിട്ട് അവളുടെ ബാഗ് തുറന്ന് ഒരു ഡയറി എടുക്കുന്നുണ്ട്. ഡയറി എന്നിട്ട് ബാഗ് ഇരുന്നതുപോലെ പഴയ സ്ഥലത്താക്കി വെച്ചിട്ട് ഡയറിയും കൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ മുറിയിൽ ചെന്നിട്ട് കിടന്നുകൊണ്ട് അവൻ സമാധാനമായിട്ട് വായിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോറൊക്കെ അടച്ച് അവനവിടെ കിടന്ന് വേദിയുടെ ഡയറി വായിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കാണിക്കുന്നത് വേദിയുടെ വിവാഹശേഷമുള്ള ഡയറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വിക്രമിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ഡയറിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിവാഹശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഡയറിയിൽ വേദ എഴുതിയിട്ടുള്ളത്. അങ്ങനെ വിക്രം വായിച്ചു തുടങ്ങിയാണ് കേട്ടോ. അമ്പലത്തിലേക്ക് ഞാൻ എൻ്റെ വിവാഹത്തിനായിട്ട് പൂജിക്കാൻ കൊണ്ടുപോയ താലിയായിരുന്നു അതെടുത്താണ് വിക്രം എൻ്റെ കഴുത്തിൽ കെട്ടിയത്. ഞാൻ എപ്പോഴും പൂജിക്കുന്ന ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ച ആ താലി കെട്ടിയത്. പലതവണ എന്നോട് പലരും പറഞ്ഞു ആ താലി അഴിച്ചു കളയാൻ. പക്ഷെ ഞാൻ ഒരുക്കമല്ല. ആ താലിക്ക് ഒരു സത്യമുണ്ട്. ഒരിക്കലും ബന്ധം പിരിയില്ല എന്നൊരു സത്യമുണ്ട്. അതുമാത്രമല്ല, ഇങ്ങോട്ടേക്ക് ഞാൻ വന്നെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണവുമുണ്ട് എന്നൊക്കെ അവൾ പറയുമ്പോഴേക്കും ആഹാ, അപ്പോ മനഃപൂർവ്വമാണല്ലേടി നീ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ബാക്കി വായിക്കാൻ തുടങ്ങിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ അവൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതായത് വിക്രമിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഞാൻ കാരണം ഒരിക്കലും വിക്രമിന്റെ ജീവൻ ആപത്തിലാകാൻ പാടില്ല. ഈ താലി ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അച്ഛനും സഹോദരനും ഒക്കെ കൂടിയിട്ട് വിക്രമിനെ എങ്ങനെയെങ്കിലും ജയിലിലാക്കും. അവിടെ വെച്ച് അവൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടും. അതെനിക്ക് ഉറപ്പാ. താലി കെട്ടിയപ്പോൾ മുതൽ എൻ്റെ ഭർത്താവാണ് വിക്രം. അതുകൊണ്ട് വിക്രമിന് ഒരാപത്തും വരാൻ പാടില്ല. അതുകൊണ്ടാണ് എൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരനെയും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാൻ. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എത്തപ്പെട്ടത് വളരെ നല്ലൊരു കുടുംബത്തിലേക്കാണ്. വിക്രമിൻ്റെ സ്വഭാവം മാത്രമേ ശരിയില്ലാത്തതുള്ളൂ. പക്ഷേ അവൻ്റെ മനസ്സ് നല്ലതാ. അവൻ ചെയ്ത ജോലി കൊള്ളില്ലായിരിക്കും, പക്ഷേ അവനുള്ളിൽ നല്ലൊരു മനസ്സുണ്ട്, നന്മയുള്ള മനസ്സുണ്ട്. അവൻ്റെ പലപ്പോഴുമായുള്ള പെരുമാറ്റത്തിൽ നിന്നും അവൻ്റെ ഓരോ പ്രവർത്തനം കൊണ്ടും എനിക്ക് മനസ്സിലായത് അത് തന്നെയാണ്. അവൻ്റെ മനസ്സിന് എന്തോ വലിയൊരു നന്മയുണ്ട്. അവന് നല്ല വിദ്യാഭ്യാസവുമുണ്ട്. ഇങ്ങനെയൊക്കെയായി പോകണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ വലിയൊരു രഹസ്യമുണ്ട്. അത് ഞാൻ കണ്ടുപിടിക്കും. വിക്രമിന് ഈ ജോലിയെല്ലാം മാറ്റിച്ച് ഞാൻ എൻ്റെ ഭർത്താവാക്കി നല്ലൊരു ജോലിക്കും വിടും. അവനെ ഞാൻ പഠിപ്പിക്കും, നല്ലൊരു നിലയിലെത്തിക്കും. എൻ്റെ ജീവിത ലക്ഷ്യം ഒരുപക്ഷെ അതായിരിക്കും. വിക്രമിനെ നന്നാക്കാനായിട്ട് കൂടിയായിരിക്കും ഈശ്വരൻ ഇങ്ങോട്ടേക്ക് അയച്ചത്. വിക്രമും അച്ഛനും അമ്മയും തമ്മിൽ മിണ്ടാറില്ലല്ലോ. അവൻ്റെ അച്ഛൻ്റെയും വിക്രമിൻ്റെയും പിണക്കമൊക്കെ മാറ്റി അവരെ സംസാരിപ്പിക്കണം. അവരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഈശ്വരൻ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്നൊക്കെ അവളെ എഴുതുന്നുണ്ട് കേട്ടോ. ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണല്ലേ മനസ്സിൽ. ഞാൻ കരുതിയതുപോലെ ഒന്നും അല്ല. എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ നന്നാക്കി കളയെന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണല്ലേ.
നന്നാവുന്നു. ഇപ്പൊ തന്നെ ഞാൻ നന്നായി തരാം. എൻ്റെ ഈ ജോലി ഉപേക്ഷിച്ച് ഞാൻ ഇന്ന് നിന്റെ അടിമയായിട്ട് ജീവിക്കണം അല്ലേ, നടത്തി തരാടി എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അവൾ ബാക്കിയായിട്ട് എഴുതിയിരിക്കുകയാണ്, എൻ്റെ അച്ഛനും എൻ്റെ സഹോദരനും ഒക്കെ എനിക്ക് വേണ്ടി എന്തും ചെയ്യും. ഏത് നിമിഷവും വിക്രമിൻ്റെ ജീവൻ ആപത്താ. അതും കരുതിക്കൊണ്ട ഞാൻ വിക്രമിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. അവൻ ഒരിക്കലും ഒരു ആപത്ത് സംഭവിക്കാൻ പാടില്ല. അവൻ ഇപ്പോൾ ചെയ്യുന്ന ഗുണ്ടാപ്പണിയൊക്കെ മറ്റുള്ളവരെ അടിക്കുകയും കൈയും കാലും വെട്ടുകയും അങ്ങനെ ദോഷകരമായ ഒരുപാട് ജോലികൾ അവൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ മാറണം. അവൻ സൽസ്വഭാവിയായി ജീവിക്കണം. അവൻ്റെ അച്ഛൻ സുധാകരൻ മാഷിന് ഒരിക്കലും ചീത്തപ്പേരുണ്ടാകാത്ത രീതിയിൽ വേണം അവൻ ജീവിക്കാൻ എന്നൊക്കെ അവൾ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഒരു കാര്യങ്ങളെല്ലാം അവൾ അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ഇങ്ങനെ അവന് മനസ്സിൽ വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും തന്നെ അവൾക്ക് ഇഷ്ടമാണല്ലേ എന്നൊക്കെ അവൻ മനസ്സിൽ ഓർക്കുകയാണ്. അപ്പോഴേക്കും അവൻ്റെ മനസ്സിലേക്ക് അവളുടെ മുഖം ഇങ്ങനെ മിന്നി മാറുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ദിവസം അമ്പലത്തിൽ വെച്ചിട്ട് അവൾ അവൻ്റെ കർണത്തടിച്ചതും താലി കെട്ടാൻ നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇമ വെട്ടാതെ നോക്കി നിന്നതും അതിനുശേഷം അവൾ തന്നെ മാത്രം മതിയെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വന്നതും എല്ലാ കാര്യങ്ങളും അവൻ ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുകയാണ്, ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയത് കൊണ്ട് അതിന് സത്യമുണ്ടെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത്. ഈശ്വര, എന്നെ വിവാഹം കഴിച്ചിട്ട് ഈ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കല്ലേ. അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ എത്രയും പെട്ടെന്ന് എൻ്റെ അരികിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അവളുടെ മനസ്സ് മാറി അവളുടെ വീട്ടിലേക്ക് പോകണം. അതിന് നീ സഹായിക്കണം എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ ഈ ഡയറി അടച്ചു വെക്കുകയാണ്. ഇനി ഇതിനകത്ത് തന്നെ എഴുതുന്നത് ഒരു ദിവസം എനിക്കറിയണം. എന്നാൽ രഹസ്യമായിട്ട് അവൾ കാണാത്തപ്പോൾ ഈ ഡയറി തിരിച്ചു കൊണ്ട് വെക്കാമെന്നൊക്കെ അവൻ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അനങ്ങാതെ അവൻ ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. പതിയെ ആരും കാണാതെ അവളുടെ ബാഗ് തുറന്ന് ഈ ഡയറി വെച്ചിട്ട് അവൻ ഇങ്ങനെ എഴുന്നേൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എഴുന്നേറ്റിട്ട് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വേദ കയറി വരുന്നുണ്ട്. പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്താ ഇവിടെ നിൽക്കുന്ന എന്ന് ചോദിക്കുകയാണ് വേദ. ഏയ് ഒന്നുമില്ല, ഇവിടെ നിന്നെ കണ്ടില്ല, അതുകൊണ്ട് നോക്കിയെന്നേ ഉള്ളൂ. ഓ, അപ്പോൾ എന്നെ കാണാഞ്ഞപ്പോൾ സങ്കടമൊക്കെ ഉണ്ടല്ലേ എൻ്റെ വിക്രമേട്ടൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സങ്കടമൊന്നുമില്ല, നീ ഉറങ്ങിപ്പോയെന്ന് നോക്കുമായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ നിന്റെ ബാഗ് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ മനസ്സിലായി നീ പോയിട്ടില്ലെന്ന്. ഓ, നാശം വേതാളം, ഒന്നും പോവില്ലല്ലോ എന്നോർത്ത് ഇരുന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ വീണ്ടും വന്നിട്ട് അവളുടെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അതിൽ ചാഞ്ഞ് അവിടെ ചുമ്മാ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീജ അങ്ങോട്ടേക്ക് വന്നിട്ട് അവൾക്ക് ചായ കൊടുക്കുന്നുണ്ട്. എന്താ മോളുടെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്താ ശ്രീജേച്ചി ഇങ്ങനെ ചോദിക്കുന്നേ? അല്ല, എന്നിട്ട് ശ്രീജ അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, നിനക്കറിയാമല്ലോ ഈ വീടിൻ്റെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം. എൻ്റെ ഭർത്താവ് ജോലിക്കൊന്നും പോകാറില്ല. പിന്നെ അതുപോലെ തന്നെ നന്ദിനി മോളുടെ ഭർത്താവാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ വീട്ടിലേക്ക് അവർ തരാറുമില്ല. അച്ഛൻ്റെ ഏക വരുമാനത്തിൽ നിന്നാണ് ഈ ഒരു വീട് കഴിഞ്ഞു പോകുന്നത്. അതും പെൻഷൻ വരുമാനം. അത് എത്രയുണ്ടെന്ന് മോക്ക് ഊഹിക്കാമല്ലോ. അത് മാത്രവുമല്ല, അവൻ ജോലിക്ക് പോയാൽ അവൻ്റെ പൈസ ഇവിടെ ആരും മേടിക്കില്ല. വിക്രമിൻ്റെ പൈസ രക്തം കലർന്ന പൈസയാണെന്നാ അച്ഛൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദയുടെ മുഖം ആകെ വിഷമമാകുന്നുണ്ട് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.